എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിന്റെ ലാസ്റ്റ് പോർഷനായ മൾട്ടിപ്ലിസിറ്റീസ് ഓഫ് സീറോസ് ഓഫ് അനാലിറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ സീറോസ് ഓഫ് അനാലിറ്റിക് ഫംഗ്ഷനെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും അതുപോലെ തന്നെ സബ്ജക്റ്റ് ഐഡിയ വൈസും വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്. ഓക്കെ, സോ ആദ്യം നമുക്ക് ഒരു അനാലിറ്റിക് ഫംഗ്ഷൻസിന്റെ സീറോസിന്റെ മൾട്ടിപ്ലിസിറ്റി എന്താണെന്നുള്ളത് മോട്ടിവേഷൻ നമുക്ക് പോളിനോമിയൽസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് പി ഓഫ് ഇസഡ് ബി എ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ. നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ. By and Q of Z is equal to Z minus A. Okay, by division algorithm for polynomials. നിങ്ങൾ ഓൾജിബ്രയിൽ ഇത് പഠിച്ചിട്ടുണ്ട്. പോളിനോമിയൽ റിംഗ്സിലും അല്ലെ, ഇൻഫാക്ട് ഇന്റഗ്രൽ ഡൊമൈൻസിൽ, ഈവൻ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയിൽ യു ക്യാൻ ഹാവ് ദ പോളിനോമിയൽ റിംഗ്സിൽ യു ക്യാൻ ഹാവ് ദ ഡിവിഷൻ അൽഗോരിതം. പോളിനോമിയൽസ് P of Z can be written as Z minus A into some Q of Z plus R of Z with a degree of R less than degree of Z minus A, which is equal to 1. So degree ഒന്നിനേക്കാളും കുറവാന്ന് പറഞ്ഞാൽ എന്താ? അത് കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ് അല്ലേ? ദാറ്റ്സ് എ കോൺസ്റ്റന്റ് പോളിനോമിയൽ. So that is, this is equal to Z minus A plus Q of Z plus a constant. But what is P of A? P of A is C. So if A is a 0 of P, then C equal to 0 and P of Z is Z minus A into Q of Z. Right? അപ്പോൾ P എന്ന് പറയുന്നത് P യുടെ ഒരു 0 ആണെങ്കിൽ, so continuing like this, same argument I can do for Q of Z. അല്ലെ, Q of Z നെ Z minus A കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അത് A ഒരു 0 ആണെങ്കിൽ അതിനെ Q of Z നെ എങ്ങനെ എഴുതാം? Z minus A into Q of Z നെ എനിക്ക് Z minus A into some Q1 of Z എന്ന് എഴുതാം. So ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ what we are going to get is, so continuing like this, Q of Z നെ എനിക്ക് Z minus A raised to some M raised to M into some, say, Q dash of Z എന്ന് എഴുതാം. Q dash ഡെറിവേറ്റീവ് ഒന്നും തെറ്റിദ്ധരിക്കണ്ട. സം എന്താ പറയുക, Q1 Q2 എന്നാണ് ഞാൻ നമ്പർ കൊടുക്കുകയാണെങ്കിൽ വേണ്ട, വേറെ ലെറ്റർ കൊടുക്കാം. S of Z എന്ന് എഴുതാം. ഇനി S of Z ഇത് കണ്ടിന്യൂ ചെയ്ത് ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകില്ല അല്ലെ. ഒരു പോളിനോമിയലിന് നമുക്കറിയാം ഫൈനൈറ്റ് നമ്പർ ഓഫ് സീറോസേ വരുള്ളൂ, അതുകൊണ്ട് ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകില്ല. അപ്പൊ എവിടെയെങ്കിലും വെച്ച് എന്താകണം? S of A നോട്ട് ഈക്വൽ ടു 0 ആകണം. So this M is called multiplicity of the 0 Z equal to A. So this M is called, then M is called a 0 of multiplicity M. Sorry, M alla, I'm sorry, A is called a 0 of multiplicity M for P of Z. ഇതാണ് പോളിനോമിയൽസിന് സംഭവിക്കുന്ന കാര്യം.
അപ്പൊ നമ്മൾ ഈ സെക്ഷനില് പോളിനോമിയൽസിന് സംഭവിക്കുന്ന ഈ ഒരു പ്രതിഭാസം എത്രത്തോളം അനലിറ്റിക് ഫങ്ഷൻസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അത് മാത്രമല്ല വേറെ കുറച്ച് കൂടുതൽ കാര്യം പറയുന്നുണ്ട്. അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ ഇതാണ്. അപ്പൊ മൾട്ടിപ്ലിസിറ്റി ഓഫ് എ സീറോ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ഇതാണ്. സോ ഡെഫിനിഷൻ വാട്ട് ഈസ് മീൻഡ് ബൈ മൾട്ടിപ്ലിസിറ്റി? ഇഫ് ഇതേ കാര്യം നമ്മൾ അനലിറ്റിക് ഫംഗ്ഷനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ആ ഡെഫിനിഷൻ f from g to c analytic and a element of g with f of a equal to 0. അതായത് a എന്ന് പറയുന്നത് f ന്റെ ഒരു 0. then a is a zero of multiplicity m greater than or equal to 1 if there exists an analytic function g from capital G to C such that f of z equal to z minus a raised to m g of z with g of a not equal to 0. ഈ ഡെഫിനിഷന്റെ മോട്ടിവേഷൻ ഓൾറെഡി നമ്മൾ പോളിനോമിയൽസിന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു മോട്ടിവേഷൻ, അപ്പൊ ഇതാണ് മൾട്ടിപ്ലിസിറ്റി എം ഉള്ള സീറോ എന്ന് ഇനി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണ് എൻറ്റയർ ഫംഗ്ഷൻ? ഇത് ഓൾറെഡി ഞാൻ പല കോണ്ടെക്സ്റ്റിലും പറഞ്ഞു. എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം കോംപ്ലക്സ് പ്ലെയിനിൽ, മുഴുവൻ കോംപ്ലക്സ് പ്ലെയിനിൽ അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന പേര് എൻറ്റയർ ഫംഗ്ഷൻ ആണ്. ഈ എൻറ്റയർ ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത മൊത്തം പോളിനോമിയൽസ് എന്ന് പറയുന്ന എൻറ്റയർ ഫംഗ്ഷൻ ആണ് അല്ലെ. ഫോർ എക്സാമ്പിൾ പോളിനോമിയൽസിന്റെ ഫോം എന്താ? ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എ നോട്ട് ഡിഗ്രി എം സം കെ ആയിട്ടുള്ള പോളിനോമിയലിന് ഇങ്ങനെ എഴുതാം അല്ലെ. എക്സെട്ര എ കെ ഇസഡ് റൈസ് ടു കെ. ഇത് എൻറ്റയർ ഫംഗ്ഷൻസ് ആണ് പോളിനോമിയൽസ്. അതുപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, സൈൻ ഇസഡ്, കോസ് ഇസഡ്, ഇതൊക്കെ എൻറ്റയർ ഫംഗ്ഷൻ ആണ്. പക്ഷെ നമ്മളെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് ലോഗരിതം ലോഗ് ഇസഡ് എൻറ്റയർ അല്ല അല്ലെ. അത് അനലിറ്റിക് ആവുന്നത് മൊത്തം കോംപ്ലക്സ് പ്ലെയിനിൽ അനലിറ്റിക് ആകില്ല. സോ ഇത് എൻറ്റയർ അല്ല. അപ്പൊ ഇങ്ങനെ അപ്പൊ നമ്മൾ അടുത്തൊരു റിസൾട്ട് 229 പറയുന്നത് പോളിനോമിയൽസിനെ നമ്മളിങ്ങനെ എക്സെട്ര ഇട്ട് അതെന്തായി, അത് ഒരു പവർ സീരീസ് ആയി അല്ലെ. ഈ പവർ സീരീസ് എൻറ്റയർ ഫംഗ്ഷൻ ആണ്. എപ്പോഴാ? അതിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഇൻഫിനിറ്റി ആവുമ്പോൾ. തിരിച്ച് ഈ റിസൾട്ട് പറയുന്നത് ഒരു എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി പോളിനോമിയൽസിൽ ഇങ്ങനെ എക്സെട്ര ഇടില്ലേ, അത് ആ ഒരു ഫോമിലായിരിക്കും എന്നാണ്. അതായത് എഫ് ഈസ് എൻ എൻറ്റയർ ഫംഗ്ഷൻ ദെൻ എഫ് ഹാസ് എ പവർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദിസ് ഫോം summation n equal to 0 to infinity a n z raised to n with the infinite radius of convergence. ഇതെങ്ങനെയാ ചെയ്യുന്നത്? നമ്മളിത് മുമ്പ് കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞ ഒരു റിസൾട്ട്, ഈ റിസൾട്ട് പറയുന്നത് എന്താ? ഒരു അനലിറ്റിക് ഫംഗ്ഷൻ എടുത്താൽ ഒരു പോയിന്റിൽ അതിന്റെ പവർ സീരീസ് വാലിഡ് ആവുന്നത് എവിടെയാ? ആ റീജിയനകത്ത്, അത് അനലിറ്റിക് ആവുന്ന റീജിയനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഡിസ്കില് ആ പവർ സീരീസ് വാലിഡ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾക്കിപ്പോ ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻറ്റയർ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത് മൊത്തം അതിന്റെ അനലിറ്റിസിറ്റി ആവുന്ന റീജിയൻ ഏതാ? മൊത്തം കോംപ്ലക്സ് പ്ലെയിൻ ആണ്, സി ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സീറോ സെന്റർ ആയിക്കൊണ്ട് ഇതിൽ വരയ്ക്കാവുന്ന മൊത്തം അനലിറ്റിക് അതിന്റെ ഏതൊരു ആറ് വരച്ചാലും അവിടെ എല്ലാം അതിന് റേഡിയസ് ഓഫ് ഇത് പവർ സീരീസ് എക്സ്പാൻഷൻ കാണും, സീറോ സെന്റർ ആയിട്ടുള്ള. അപ്പൊ ആറ് ആർബിട്രറി ആയതുകൊണ്ട് അതിന് ഇൻഫൈനൈറ്റ് റേഡിയസ് ഓഫ് കൺവെർജൻസ് ആയിരിക്കും. സോ ബൈ റിസൾട്ടിന്റെ നമ്പർ എത്രയാ? 222 അല്ലേ. by 222 f has a power series about 0
upon B0R for arbitrarily large R. So f of z is 0 യിലുള്ള പവർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ 0 to infinity an z raised to n with infinite radius of convergence. Okay. So next result show that if f is a bounded entire function, then it is a constant. This is a celebrated result. എനിക്ക് തോന്നുന്നു കോംപ്ലക്സ് അനാലിസിസ് പഠിച്ചാല് മറക്കാത്ത ഒരു തിയറം, ഡ്യുവലീസ് തിയറം എന്ന് മറക്കാത്ത എന്നാണ് വൈപ്പ്, ഇത് മറക്കുന്നവരുണ്ട് എന്നാലും. സോ ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള എൻറ്റയർ ഫംഗ്ഷൻ എടുത്താൽ അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് മാത്രമായിരിക്കും എന്നാണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 2 ഫോർ ഓൾ ഇസഡ്, അല്ലെങ്കിൽ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 0 ഫോർ ഓൾ ഇസഡ്. ഇതൊക്കെ എൻറ്റയർ ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പൊ ഇങ്ങനെ ബൗണ്ടഡ് ആയിട്ടുള്ള എൻറ്റയർ ഫംഗ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താ? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് ബൗണ്ടഡ് അല്ല, ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സൈൻ ഇസഡ്, സൈൻ ഇസഡ് ഈസ് നോട്ട് ബൗണ്ടഡ്. നമ്മൾ റിയലിലാണെങ്കിൽ സൈൻ എക്സിന്റെ മോഡുലസ് 1-നേക്കാളും ചെറുതാ. പക്ഷെ കോംപ്ലക്സ് സൈൻ ഫംഗ്ഷനും കൊസൈൻ ഫംഗ്ഷനും ഒന്നും ബൗണ്ടഡ് അല്ല ബൈ ലെവ്ലീസ് തിയറം. കാരണം അതൊക്കെ നോൺ കോൺസ്റ്റന്റ് എൻറ്റയർ ഫംഗ്ഷൻസ് ആണ് അല്ലെ. സോ അതാണ്. അപ്പൊ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. റിയൽ അനാലിസിൽ നിന്നും കോംപ്ലക്സിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അപ്പോ അതിന്റെ പ്രൂഫ് ഇങ്ങനെയാ പോകുന്നത്. സപ്പോസ് എഫ് ഈസ് എൻറ്റയർ ആൻഡ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. So then we will show that it is constant. Proof is pretty simple. Then for any r greater than 0, f is analytic in the disk BZR, അല്ലെ, entire ആയതുകൊണ്ട്. ഇനി എന്ത് ചെയ്യുക? കോഷീസ് എസ്റ്റിമേറ്റ് അപ്ലൈ ചെയ്യാം. കോഷീസ് എസ്റ്റിമേറ്റ് n ഈക്വൽ ടു 1 അപ്ലൈ ചെയ്യാം. നമ്മൾ ഓൾറെഡി കോഷീസ് എസ്റ്റിമേറ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ കോഷീസ് എസ്റ്റിമേറ്റ് n ഈസ് ഈക്വൽ ടു 1 അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് മോഡ് എഫ് പ്രൈം ഓഫ് z ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു r. നോ വാട്ട് ഈസ് ഐഡിയ? ഈ r എന്ന് പറയുന്നത് ഞാൻ ആർബിട്രറി ആയിട്ട് എടുത്തതാ അല്ലെ. ഈ r-നെ ഞാൻ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എഫ് പ്രൈം ഓഫ് z 0 ആവും. സോ ദാറ്റ് മീൻസ് വാട്ട്? ഡെറിവേറ്റീവ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആവും. z ആർബിട്രറി അല്ലേ. z ആർബിട്രറി ആയതുകൊണ്ട് എഫ് പ്രൈം ഐഡന്റിക്കലി ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എഫ് ഈസ് എ കോൺസ്റ്റന്റ്. സോ പ്രൂഫ് ഈസ് സിമ്പിൾ. സോ ദാറ്റ് ഈസ് ലവ്ലീസ് തിയറം. ഓക്കെ, കോഷീസ് എസ്റ്റിമേറ്റിന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ ആണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ, ലവ്ലീസ് തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്രയുടെ പ്രൂഫ്. എന്താണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര പറയുന്നത്? യു കൺസിഡർ എ പോളിനോമിയൽ പി ഓഫ് z ഈക്വൽ ടു z സ്ക്വയർ പ്ലസ് 1. ഇതിന് ഞാൻ റിയലില് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയൽ കൺസിഡർ ചെയ്താൽ ഇറ്റ് ഹാസ് നോ സീറോസ് അല്ലെ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. കാരണം അവിടെ നെഗറ്റീവ്, സ്ക്വയർ റൂട്ടിനകത്ത് നെഗറ്റീവ് വരും. പക്ഷെ കോംപ്ലക്സിൽ നമുക്ക് ആ പ്രശ്നമില്ല. z സ്ക്വയർ പ്ലസ് 1 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ z എന്താവും? പ്ലസ് ഓർ മൈനസ് i എന്നുള്ള റൂട്ട് കിട്ടും. അപ്പം ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര പറയുന്നത് ഏതൊരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇൻ സി എടുത്താലും, ആക്ച്വലി ഇവിടെ ഈ പോളിനോമിയൽ എവിടെ നിന്നാണ് എടുക്കുന്നത്? സി ഓഫ് എക്സ് എന്നാണ് എടുക്കുന്നത്. നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുത്താലും അതിനുറപ്പായിട്ടൊരു 0 ഉണ്ടാകും. സീറോസ് ഇല്ലാത്ത റിയലിൽ സംഭവിക്കുന്ന പോലെ. അതുകൊണ്ടാണ് നമ്മൾ ആൾജിബ്രയിൽ ഈ ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്നത് സി ഈസ് എ കംപ്ലീറ്റ് ഫീൽഡ് അല്ലെ. സി ഈസ് എ ആൾജിബ്രൈക്കലി ക്ലോസ്ഡ് ഫീൽഡ്. എന്റെ സീറോസ് എല്ലാം അതിനകത്തുണ്ട്, പുറത്തു പോകണ്ട അല്ലെ. അപ്പൊ ഇതിന്റെ പ്രൂഫും ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആണ്. എന്താ പ്രൂഫ്? ഒരു പോളിനോമിയൽ എടുക്കുക, പി ഓഫ് z ഈക്വൽ ടു z റൈസ് ടു n -1 z റൈസ് ടു n -1 എക്സെട്ര a0. ഇവിടെ ഇത് മോണിക് പോളിനോമിയൽ ആയിട്ട് എടുത്തേ ഉള്ളൂ. an z റൈസ് ടു n എന്ന് എടുത്താലും ആൾമോസ്റ്റ് സെയിം പ്രൂഫ് തന്നെയാണ്. an പ്രത്യേകിച്ച് അവിടെ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ.
അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് നിന്ന് ഇസഡ് റൈസ് ടു n പുറത്തെടുത്താൽ എനിക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. ഇനി നൗ ഇഫ് യു ടേക്ക് ലിമിറ്റ് z ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ഹിയർ ഇറ്റ് റിക്വയർ സം എക്സ്പ്ലനേഷൻ. പക്ഷെ ഞാനിത് വീഡിയോയിൽ പറയുന്നില്ല, പുസ്തകത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഈ കോംപ്ലക്സിൽ ഞാൻ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തു, ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എഫ് ഓഫ് ഇസഡ് നമ്മൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലിമിറ്റ് മോഡ് ഇസഡ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡ് എഫ് ഓഫ് ഇസഡ്. ഈ ഒരു സാധനം നമ്മൾ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. കാരണം ഇസഡ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ ഇത് ഇക്വാലന്റ് ആണ്. ഈ ഒരു കാര്യം ഒന്ന് ഡിസ്കഷന് സ്കോപ്പുള്ള സാധനമാണ്, പക്ഷെ തൽക്കാലം ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷെ ഇതിന്റെ അർത്ഥം ഇതാണ്. ഞാൻ ഇവിടെ ലിമിറ്റ് എടുക്കുമ്പോൾ ഇത് ഇൻഫിനിറ്റി കിട്ടുമെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി വാട്ട് ഹാപ്പൻസ് ഈസ് ലിമിറ്റ് മോഡ് ഇസഡ് ടെൻഡ്സ് ടു, എസ്പെഷ്യലി ഇൻഫിനിറ്റിയുടെ കേസ് ഞാൻ പറയാം, ലിമിറ്റ് മോഡ് ഇസഡ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡ് പി ഓഫ് ഇസഡ് ഇൻഫിനിറ്റി എന്നാണ് ഇതിന്റെ മീനിങ്, ഈ ഒരു എക്സ്പ്രഷന്റെ മീനിങ്. ഓക്കെ, ഇസഡിന് ചുമ്മാ ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഇസഡ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലും എനിക്ക് ഇൻഫിനിറ്റിയിലേക്ക് പോകാമല്ലോ. അപ്പൊ മോഡ് ഇസഡ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ കറക്റ്റാ. ഇതിന്റെ മോഡുലസ് ആർബിട്രറി ആയിട്ട് വലുതാകുമ്പോൾ പി ഓഫ് ഇസഡിന്റെ മോഡുലസിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. നൗ അസ്യൂം ദാറ്റ് പി ഓഫ് ഇസഡ് എവിടെയും സീറോ അല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 1/p ഓഫ് ഇസഡ് ഒരു എൻറ്റയർ ഫംഗ്ഷൻ അല്ലേ? പി ഓഫ് ഇസഡ് എൻറ്റയർ ഫംഗ്ഷനുമാണ്, നോൺ വാനിഷിംഗും ആണെങ്കിൽ 1/p ഓഫ് ഇസഡ് എന്താ എൻറ്റയർ ഫംഗ്ഷനാണ്. ഇവിടെ സിംഗിൾ പ്രശ്നം വരുന്നത് ഇത് സീറോ ആകുമ്പോഴല്ലേ ഈ ഫംഗ്ഷൻ എന്തെങ്കിലും പ്രശ്നം വരുള്ളൂ. സീറോ അല്ലെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു എൻറ്റയർ ഫംഗ്ഷനാണ്. പക്ഷെ അതിന്റെ ലിമിറ്റ് എന്താ? ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഇസഡ് എന്താ? സീറോ ആണ്. അപ്പൊ ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഇസഡ് സീറോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞ മീനിങ് അനുസരിച്ച് ലിമിറ്റ് മോഡ് ഇസഡ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മോഡ് എഫ് ഓഫ് ഇസഡ് ബൗണ്ടഡ് ആണ്. ഇസഡുകൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ മോഡ് ഇസഡ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫിന്റെ മോഡുലസ് സീറോയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എഫ് ഈസ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ. സോ ഇൻ പർട്ടിക്കുലർ അത് കുറച്ചുകൂടെ പ്രീസൈസ് ആയിട്ട് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ഇൻ പർട്ടിക്കുലർ ദർ ഈസ് എ നമ്പർ സച്ച് ദാറ്റ് അല്ലെ മോഡ് ഇസഡ് ഇൻഫിനിറ്റിയിലേക്ക് പോവാം. മോഡ് ഇസഡ് സം ആറിനെക്കാളും ചെറുതാകുമ്പോൾ മോഡ് എഫ് ഓഫ് ഇസഡ് എന്ത് പറ്റും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകും. അപ്പൊ അതിന്റെ അർത്ഥം ഈ 6 റേഡിയസ് ആയിട്ടുള്ള ഈ ഒരു സർക്കിളിന്റെ പുറത്ത് എഫിന്റെ മോഡുലസ് 1-നേക്കാളും ചെറുതാണ്. ഇനി തിരിച്ച് അകത്തോ? ഇതിന്റെ അകത്ത് കുറച്ചുകൂടെ എളുപ്പമാണ് ആർഗ്യൂ ചെയ്യാൻ. കാരണം എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ B0R എന്ന് പറയുന്നത് B0R ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് സെറ്റ്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പാക്ട് സെറ്റിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എപ്പോഴും ബൗണ്ടഡ് ആണ്. അപ്പോൾ ഈ സർക്കിളിന്റെ പുറത്തും അത് ബൗണ്ടഡ് ആണ്, അകത്തും അത് ബൗണ്ടഡ് ആണ്. സോ ആൻഡ് ദാറ്റ് മീൻസ് എഫ് ഈസ് എ ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ. ദെയർഫോർ ബൈ ലെവിലീസ് തിയറം എഫ് ഈസ് എ കോൺസ്റ്റന്റ്. പക്ഷെ എഫ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ ഈ ഒരു ഇതിൽ എഫ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താവും? പിയും ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ? അപ്പം പി നോൺ കോൺസ്റ്റന്റ് എന്നല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ദെയർഫോർ ഫ്രം 2 and 3 എഫ് ഈസ് എ ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ. ലവ്ലീസ് തിയറം അനുസരിച്ച് അത് കോൺസ്റ്റന്റ് ആണ്. സോ ബൈ ദ ഡെഫിനിഷൻ ഓഫ് എഫ്, പി ഓഫ് ഇസഡ് ഈസ് എ കോൺസ്റ്റന്റ്. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ദ അസംപ്ഷൻ ദാറ്റ് പി ഓഫ് ഇസഡ് ഈസ് എ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ. നമ്മുടെ കോൺട്രഡിക്ഷന്റെ റീസൺ എന്തായിരുന്നു? ഇതായിരുന്നു റീസൺ. പി ഓഫ് ഇസഡ് ഒരു സ്ഥലത്തും വാനിഷ് ചെയ്യുന്നില്ല എന്നെടുത്തത് കൊണ്ടാണ് എനിക്ക് എഫ് എന്ന് പറയുന്ന ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആയിട്ട് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ സംഭവിക്കില്ല. പി ഓഫ് ഇസഡിന് ഉറപ്പായിട്ടൊരു സീറോ ഉണ്ടാവും. ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര എന്ന് പറയുന്നതിന്റെ പ്രൂഫ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് പ്രൂഫ്. റിസൾട്ട് ഒക്കെ വെൽ നോൺ ആണ്, നമ്മൾക്ക് ഇതിനു മുന്നേ അറിയാവുന്ന കാര്യമാണ്. ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര. നൗ നമ്മൾ പോളിനോമിയലിന്റെ ഒരു ഡിസ്കഷനിൽ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് എനിക്കൊരു പോളിനോമിയലിനെ, നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലിനെ അതിന്റെ ഓരോ സീറോസിന്റെയും മൾട്ടിപ്ലിസിറ്റി എടുത്തു കഴിഞ്ഞാൽ അവസാനം അതൊരു കോൺസ്റ്റന്റിലേക്ക് അവസാനിക്കും. ഇതിന്റെ പ്രൂഫ് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ആദ്യം എഴുതിയതിന്റെ കണ്ടിന്യൂഷനാണ്. ഇങ്ങനെയാ അത് നമ്മൾ തുടക്കത്തിൽ എഴുതിയില്ലേ? ഒരു പോളിനോമിയൽ പി ഓഫ് ഇസഡ് എടുത്താൽ അങ്ങനെ എനിക്ക് ഇസഡ് മൈനസ് A1 അതിന്റെ സീറോ ആണെങ്കിൽ ഇസഡ് മൈനസ് K1 ഇൻറ്റു സം S1 ഓഫ് ഇസഡ് എന്ന് എഴുതാം. വേർ A1 ഈസ് എ സീറോ ഓഫ് multiplicity
k1 and s1 of a1 not equal to 0. Now a2 0 and p of a2 0 implies എന്ത് 0 ആകണം? a1 not equal to a2 ആണെങ്കിൽ s1 of a2 0 ആകണം. So therefore s1 of z നെ എനിക്ക് എങ്ങനെ എഴുതാം? സം z minus a2 raised to k2 into s2 of z എന്ന് എഴുതാം, where s2 of a2 not equal to 0. So continuing like this, we will get this. We end up with a constant. Constant അല്ലെങ്കിൽ അവിടെ പിന്നെ ഇത് അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ ഓൾറെഡി പിയുടെ സീറോസ് ഇത്രയേ ഉള്ളൂ എന്ന് എടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ വന്നാൽ പിന്നെ അടുത്ത് വേറൊരു സീറോയും കൂടെ കിട്ടൂലേ. പക്ഷെ അങ്ങനെ കിട്ടില്ല. ഇനി പിക്ക് ഒരു സീറോ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? a1 ഈസ് എ സീറോ. അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ. നമ്മള് ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് ബൈ പ്രൂഫ് മര്യാദയ്ക്ക് എഴുതിക്കോട്ടെ കേട്ടോ. ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര പി ഹാസ് എ സീറോ a1. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇനി ഇവിടെ എഴുതുമ്പോഴേ ഇഫ് s1 ഈസ് കോൺസ്റ്റന്റ് then we are done. p of z എന്ന് പറയുന്നത് z മൈനസ് a1 into c എന്നാവും. ഇനി s1 കോൺസ്റ്റന്റ് അല്ലെങ്കിൽ again using fundamental theorem of algebra we'll get an another zero. അങ്ങനെയാണ് അതിന്റെ ആർഗ്യുമെന്റ് കേട്ടോ. മര്യാദയ്ക്ക് എഴുതിക്കോളൂ. എന്താണ് എന്റെ ആർഗ്യുമെന്റ്? p of z കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. നോൺ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര അനുസരിച്ച് there is a zero a1. അപ്പൊ എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഇനി s1 കോൺസ്റ്റന്റ് ആണെങ്കിൽ p of z ന്റെ ഫോം എന്തായിരിക്കും? ഇതായിരിക്കും അല്ലെ, ഇതായിരിക്കും. ഇനി s1 കോൺസ്റ്റന്റ് അല്ലെങ്കിൽ again using fundamental theorem of algebra there is an another zero for s1, that is a2. പിന്നെ അപ്പൊ s1 നെ എനിക്ക് ഇങ്ങനെ എഴുതാം, k2 മൾട്ടിപ്ലിസിറ്റി. അപ്പോ s2 കോൺസ്റ്റന്റ് ആണെങ്കിൽ p of z എന്തായി? നേരത്തെ എഴുതി z മൈനസ് a1 ഇൻറ്റു k1 ഇൻറ്റു s1 നമ്മൾ എങ്ങനെ എഴുതി? z മൈനസ് a2 ഇൻറ്റു k2 ഇൻറ്റു അടുത്ത കോൺസ്റ്റന്റ് ആണ് c. അവസാനിച്ചു. ഇനി അവിടെ s2 കിട്ടിയത് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അഗൈൻ കണ്ടിന്യൂ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവസാനം നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തും. ഓക്കെ, ഒരു ചുമ്മാ ഒരു രസത്തിനൊരു പ്രോബ്ലം പുസ്തകത്തിലിടയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോബ്ലത്തിന് ഞാൻ ഇപ്പൊ നെറ്റിന്റെ ഒരു പാർട്ട് സി ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. സോ ഈ ഒരു ഫംഗ്ഷൻ എടുക്കുക, f of z ഈക്വൽ ടു കൊസൈൻ ഓഫ് 1 പ്ലസ് z ബൈ 1 മൈനസ് z മോഡ് z ലെസ് ദാൻ 1. ഈ a എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷന്റെ സീറോ സെറ്റ്, സെറ്റ് ഓഫ് ഓൾ z ബിലോങ്സ് ടു c സച്ച് ദാറ്റ് f of z ഈക്വൽ ടു 0. നോട്ട് ദാറ്റ് z ഞാൻ ജിയിൽ മാത്രമല്ല ഈ ഒരു ഡൊമൈനിലല്ല, മൊത്തം ഈ ഒരു ഫംഗ്ഷന്റെ സിയിൽ മൊത്തം കോംപ്ലക്സ് നമ്പേഴ്സിൽ അതിന്റെ സീറോസിനെ ഞാൻ കളക്ട് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ ആ സെറ്റ് ഫൈനൈറ്റ് ആയിരിക്കുമോ? അത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്, ലിമിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കില്ലേ? ക്ലോസ്ഡ് സെറ്റ് ആണോ അതോ ഇറ്റ്സ് എ കൗണ്ടബിൾ സെറ്റ്? ഇത് ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? കൊസൈൻ ഫംഗ്ഷന്റെ സീറോസ് കണ്ടുപിടിക്കുക. കോസ് സെറ്റ് എപ്പോഴാണ് സീറോ ആവുന്നത്? കോസ് സെറ്റ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ലീവ് z ഈക്വൽ ടു 2n plus 1 pi by 2 where n belongs to z. ഇതൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. പ്രൂവ് വേറെ സീറോസ് ഒന്നും ഇല്ല എന്നുള്ളത് വൈ ഇറ്റ് ഹാസ് നോ, അത് ഡയറക്റ്റ് പ്രൂവ് ചെയ്യാം. കോസ് സെറ്റിന്റെ ഡെഫിനിഷൻ എടുക്കുക, അത് ഇക്വേറ്റ് സീറോക്ക് ഇക്വേറ്റ് ചെയ്താൽ യു ക്യാൻ ഷോ ദാറ്റ് ഇറ്റ് ഹാസ് നമ്മള് റിയൽ കൊസൈൻ ഫംഗ്ഷന്റെ അതേ സീറോസ് തന്നെയാണ് കോംപ്ലക്സ് കൊസൈൻ ഫംഗ്ഷൻസിനും. ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുക, എഫിന് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഈ ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, ചെയ്തു നോക്കൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നൗ ദിസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 3 star. This theorem is called identity theorem or zero. പുസ്തകത്തിൽ പറയുന്നില്ല, പക്ഷേ ഇത് പല സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഐഡന്റിറ്റി തിയറം അല്ലെങ്കിൽ സീറോ തിയറം എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഈ തിയറം എന്താ പറയുന്നത്? ലെറ്റ് G be a connected open set and let f from G to C be analytic. ഈ ഒരു സെക്ഷനിൽ മിക്കവാറും എല്ലാ റിസൾട്ടിന്റെയും എഫ് ഇതേ പ്രോപ്പർട്ടി തന്നെയാണ്. Then the following are equivalent statements. First statement, f identically equal to 0. എന്ന് വെച്ചാൽ എന്താ അതിന്റെ മീനിങ് എന്താ? f of z equal to 0 for all z belongs to G.
രണ്ടാമത്തത് ഈ എ ഉണ്ടെങ്കിൽ ദിസ് ഇംപ്ലൈസ് ദർ ഈസ് എ പോയിന്റ് എ ഇൻ ജി സച്ച് ദാറ്റ് എന്ത് ഡെറിവേറ്റീവ് fn of a equal to 0 for all n greater than or equal to 0. n equal to 0യിൽ സീറോത്ത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് എക്സാക്ട്ലി സേസ് ദാറ്റ് f of a equal to 0 അല്ലെ? സീറോത്ത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ f of a equal to 0. ഇതിൽ നിന്ന് ഇത് കിട്ടുന്നത് ട്രിവിയൽ ആണ് അല്ലെ? ഒരു ഫംഗ്ഷൻ ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ എല്ലാ ഡെറിവേറ്റീവും 0, എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് 0 ആണ്. നമുക്കിവിടെ ഒരു പോയിന്റ് മതി. അപ്പം a implies b is trivial. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇതിന്റെ സീറോ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ എഫ് വാനിഷ് ചെയ്യുന്ന ജിയിലുള്ള എഫിന്റെ സീറോസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിന് ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെന്റും എയിൽ നിന്ന് ഡയറക്റ്റ് അല്ലെ? എഫ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ സെറ്റ് എന്താ? ഇത് എക്സാക്ട്ലി ജി തന്നെയാണ് അല്ലെ? പിന്നെ ജി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആയതുകൊണ്ട് ജിയിലെ എല്ലാ പോയിന്റും അതിന്റെ ലിമിറ്റ് പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു ലിമിറ്റ് പോയിന്റ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. അപ്പം ഈ എ ഇംപ്ലൈസ് ബി ആൻഡ് സി എന്നുള്ളത് ട്രിവിയൽ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട എക്സ്പ്ലനേഷൻ എഴുതുക. എഫ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ എല്ലാ ഡെറിവേറ്റീവും 0 ആണ്, എല്ലാ പോയിന്റിലും 0 ആണ്. സോ ദിസ് ഈസ് ട്രിവിയൽ. പിന്നെ ഈ സെറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ജി തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് എ ലിമിറ്റ് പോയിന്റ്. അപ്പൊ നമുക്ക് അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഇപ്പൊ എ ഇംപ്ലൈസ് ബി ആൻഡ് സി നമ്മുടെ കയ്യിലുണ്ട്, ട്രിവിയൽ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സി ഇംപ്ലൈസ് ബി. അതിനു വേണ്ടിയിട്ട് ലെറ്റ് എ ബിലോങ്സ് ടു ജി ബി എ ലിമിറ്റ് പോയിന്റ്. ഇല്ല, ഇതിനൊരു ലിമിറ്റ് പോയിന്റ് ഉണ്ട് എന്നാണ് എന്റെ സി പറയുന്നത്. ഇപ്പൊ എ എന്ന് പറയുന്നത് എന്റെ ആ ലിമിറ്റ് പോയിന്റ് ആണെന്ന് വിചാരിക്കുക. എന്റെ സീറോ സെറ്റ് ഞാൻ ഇസഡ് എന്ന് വിളിച്ചു, ക്യാപിറ്റൽ ഇസഡ്. എന്താ എനിക്ക് കാണിക്കേണ്ട? ബി എന്ന് പറയുന്നത് ഹാവ് ടു ഫൈൻഡ് എ പോയിന്റ് എ സച്ച് ദാറ്റ് ഓൾ ദ ഡെറിവേറ്റീവ്സ് വാനിഷ് ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സ്വാഭാവികമായി ഞാൻ എടുക്കുന്ന പോയിന്റ് ഏതായിരിക്കും? എ ആയിരിക്കും ആ കാൻഡിഡേറ്റ് അല്ലെ? നമുക്ക് വേണ്ട ആ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് എ ആയിരിക്കും. അപ്പോ അത് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എക്ക് ആ പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എന്ത് ചെയ്തു? ജി എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഐ ക്യാൻ ഫൈൻഡ് ആൻ ആർ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ബി എ ആർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ജി. ഇനി എ ഒരു ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് ഇതിന്റെ ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് എഫ് ഓഫ് എ എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്റെ റീസൺ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ടും എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ടും. കാരണം ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് എനിക്ക് ഒരു സീക്വൻസ് എയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഓഫ് ഇസഡ് എൻ എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എഫ് ഓഫ് എയിലേക്ക് കൺവേർജ് ചെയ്യും. പക്ഷെ എഫ് ഓഫ് ഇസഡ് എന്നുകളെല്ലാം എന്താ? 0 ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എ എന്താകണം? 0 ആകണം. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. എഫ് ഓഫ് എ എന്ന് പറയുന്നത് അവിടെ 0 ആകണം. നിങ്ങളൊക്കെ പെരുത്ത് വലിയ കുട്ടികളായതുകൊണ്ട് ഇത്തരം ട്രിവിയൽ എക്സ്പ്ലനേഷൻസ് ഒന്നും നമ്മൾ ഇനി പ്രൂഫിൽ എഴുതേണ്ട കാര്യമില്ല. ഇനി സപ്പോസ് ഈ ഒരു എയിലെ എല്ലാ ഡെറിവേറ്റീവ്സും വാനിഷ് ചെയ്യണമെന്നാണ് നമ്മുടെ താല്പര്യം അല്ലെ? പക്ഷെ സപ്പോസ് ദർ ഈസ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 സച്ച് ദാറ്റ് n-1 വരെ വാനിഷ് ചെയ്യുന്നുള്ളൂ, എന്ത് ഡെറിവേറ്റീവ് എയിൽ വാനിഷ് ചെയ്യണില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? എഫിന് ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവുമല്ലോ, അനലിറ്റിക് ആയതുകൊണ്ട് എഫിന് ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ അറൌണ്ട് എ എന്തായാലും കണ്ടുപിടിക്കാം. കെ ഈസ് ഈക്വൽ ടു 0 to infinity. പക്ഷേ ഈ എ കെയുടെ ഫോർമുല എന്താണ്? ഇത് എ കെ ഈസ് ഗിവൺ ബൈ kth ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എ ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ n-1 വരെ kth ഡെറിവേറ്റീവ് 0 ഇതെല്ലാം 0 ആണ്. എവിടെ വരെ? അപ് ടു 0 ലെസ് താൻ ഓർ ഈക്വൽ ടു k ലെസ് താൻ ഓർ ഈക്വൽ ടു n-1. അപ്പൊ ഞാൻ ഇവിടെ k എവിടം വരെ സ്റ്റാർട്ട് ചെയ്താൽ മതി? n മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇനി എന്താ ചെയ്യണമെന്ന് അറിയാവോ? ഞാൻ ഇതിനകത്തുനിന്ന് ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്താ? ഇറ്റ് ഈസ് an z minus a raised to n plus an plus 1 z minus a raised to n plus 1 plus etc. ഇതിനകത്തുനിന്ന് ഒരു z minus a raised to n ഇഞ്ഞ് പുറത്തെടുക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ മിച്ചം വരുന്നത് എന്തായിരിക്കും? പിന്നെ വരുന്നതായിരിക്കും ദയവൻ.
ഇസഡ് മൈനസ് എൻ പുറത്തെടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇതെന്ന് പറയുന്ന ഇസഡ് മൈനസ് എ റേസ് ടു എൻ ഇൻറ്റു ജി ഓഫ് ഇസഡ് ആണ് അല്ലേ. അപ്പം അത് ആ ജി ഓഫ് ഇസഡ് ഞാൻ ഇവിടെ എടുത്തു. ഈ ജി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ക്ലിയർലി അനലിറ്റിക് ആണ്, കാരണം ഇതൊരു പവർ സീരീസ് ആണ്, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കാരണം ഇതിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് തന്നെയായിരിക്കും ഇതിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസും. അപ്പൊ ഇത് അനലിറ്റിക് ആണ്. ഇനി എഫ് ഓഫ് ഇസഡ് എന്തായി? ഇസഡ് മൈനസ് എ റേസ് ടു എൻ ഇൻറ്റു ജി ഓഫ് ഇസഡ് ആയി. വിത്ത് ജി ഓഫ് എ, വാട്ട് ഈസ് ജി ഓഫ് എ? ജി ഓഫ് എ എന്ന് പറയുന്നത് എ എൻ ആണ് അല്ലെ. ഇവിടെ ജി ഓഫ് എ കണ്ടുപിടിച്ച് നോക്ക്. ജി ഓഫ് എ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എ എൻ എന്ന് കിട്ടും. ആ എ എൻ നോട്ട് ഈക്വൽ ടു 0 ആണ്, കാരണം എ എൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി nth ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എ ബൈ എൻ ഫാക്ടോറിയൽ ആണ്. പക്ഷെ ഇവിടെ nth ഡെറിവേറ്റീവ് എന്തല്ല? 0 അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എ എൻ 0 അല്ല. അപ്പൊ ജി അനലിറ്റിക്കും ആണ്, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ I can find an R such that g of z not equal to 0 for all mod z minus a less than r. ഇത് കണ്ടിന്യൂറ്റിയുടെ മിയർ കണ്ടിന്യൂറ്റിയുടെ പ്രോപ്പർട്ടിയാ അല്ലെ. കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ സീറോസ് എനിക്കിങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറ്റുക? ഇങ്ങനെ ഒരു R കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതായത് ഏത് ബി എ ആർ എടുത്താലും ജി ഓഫ് ഇസഡ് 0 ആകുമെങ്കിൽ I can find a sequence അല്ലേ. I can find a sequence Zn converging to E. പക്ഷെ ജി ഓഫ് ഇസഡ് എല്ലാം എന്തായി? 0 ആയി. അതുകൊണ്ട് തന്നെ ജി ഓഫ് എയും എന്താവും? 0 ആവും. ഇത് കണ്ടിന്യൂറ്റിയുടെ പ്രോപ്പർട്ടിയാണ്. ഇത് കോംപ്ലക്സിൽ മാത്രമൊന്നുമല്ല, കണ്ടിന്യൂറ്റ് ആയിട്ടുള്ള ഏത് മെട്രിക് സ്പേസിൽ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു കൺവെർജൻസ് സീക്വൻസ് കൺവെർജൻസ് ഉള്ള ഏതൊരു ടോപ്പോളജിക്കൽ സ്പേസ് എടുത്താലും ഇതേ പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. നമുക്ക് സീറോസിനെ ഐസൊലേറ്റ് ചെയ്യാം. ഒരു നോൺ വാനിഷിങ് സീറോസിനെ അല്ല, ഐ എം സോറി സീറോസ് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ള ടെർമിനോളജി അല്ല, അത് താഴെ വരുന്നുണ്ട്, അത് വേറെയാണ്. ഒരു നോൺ വാനിഷിങ് പോയിന്റിനെ എനിക്ക് ഇതുപോലെ ഐസൊലേറ്റ് ചെയ്യാം. ഞാൻ ഒരു തെറ്റ് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ക്യാൻ ഫൈൻഡ് എ സർക്കിൾ സച്ച് ദാറ്റ് ഈ ഒരു സർക്കിളിന്റെ അകത്ത് എവിടെയും ജി 0 ആവില്ല. അങ്ങനെ സർക്കിൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ യു ക്യാൻ ഫൈൻഡ് എ സീക്വൻസ്. സീറോസിന്റെ ഒരു സീക്വൻസ് എയിലേക്ക് കൺവെർജ് ചെയ്യുന്നു എന്ന് കാണിക്കാം, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ജി ഓഫ് എ 0 ആവും. ആ ഒരു ഇത് പറ്റാത്തത് കൊണ്ട് തന്നെ ഓൾവേസ് യു ക്യാൻ ഫൈൻഡ് സച്ച് എ സർക്കിൾ. അപ്പൊ എന്ത് കിട്ടി? ഇത് കിട്ടി. പക്ഷെ എ എന്ന് പറയുന്നത് നമ്മുടെ സീറോ സെറ്റിന്റെ ഒരു ലിമിറ്റ് പോയിന്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്കിൾ, നമ്മളിപ്പോ എടുത്ത സർക്കിൾ ഉണ്ടല്ലോ, ഏതാ ഈ ബി എ ആർ എന്ന് പറയുന്ന സർക്കിൾ ഉണ്ടല്ലോ, ഈ എ എന്ന് പറയുന്ന സീറോസിന്റെ ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് ദർ ഷുഡ് ബി എ 0. എഫ് ഓഫ് ബി 0 ആകുന്ന ഒരു ബി എന്തായാലും അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലിമിറ്റ് പോയിന്റ് ആവില്ലല്ലോ. അതാണ് ഈ ബി. ഇവിടെ ഒരു ബി ഉണ്ടായിരിക്കണം. അപ്പൊ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, എന്റെ എഫ് ഓഫ് സെറ്റിന്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഓഫ് ബി 0 ആയി. അപ്പൊ 0 ഈക്വൽ ടു ബി മൈനസ് സെഡിന് പകരം ഞാൻ ബി കൊടുത്തു, ജി ഓഫ് ബി. ഈ ക്വാണ്ടിറ്റി 0 ആവില്ല. അപ്പൊ എന്താവണം? ജി ഓഫ് ബി 0 ആകണം. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താ? ഇതിനകത്ത് ജിക്ക് സീറോസ് ഇല്ലെന്നാണ് എടുത്തിരിക്കുന്നത്, പക്ഷെ ഇവിടെ എന്ത് കിട്ടി? ജിക്ക് ഒരു 0 കിട്ടി. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പൊ ആ കോൺട്രഡിക്ഷൻ റീസൺ എന്തായിരുന്നു? നമ്മൾ എവിടെ നിന്ന് ഇത് പരിപാടി തുടങ്ങിയത്? ഇതായിരുന്നു അല്ലെ. ഇങ്ങനെ ഒരു എൻ ഉണ്ട്, അതായത് എഫ് എൻ ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ് എനിക്കിവിടെ ഈ ഒരു കണ്ടീഷനൊക്കെ കിട്ടിയത്. അപ്പൊ അതൊരിക്കലും സംഭവിക്കില്ല, അങ്ങനെ ഒരു എൻ എക്സിസ്റ്റ് ചെയ്യില്ല. ദിസ് പ്രൂവ്സ് ബി. എയില് എല്ലാ ഡെറിവേറ്റീവും വാനിഷ് ചെയ്യണം. ദിസ് ഷോസ് ദാറ്റ് ബി ഇംപ്ലൈസ് എ. സോറി, ദിസ് ഇംപ്ലൈസ് എന്താ നമ്മൾ പ്രൂവ് ചെയ്തത്? ദിസ് ഇംപ്ലൈസ് സി ഇംപ്ലൈസ് ബി. നമ്മൾ അടുത്ത് കാണിക്കുന്നത് ഫൈനലി എന്ത് ചെയ്യുന്നു? ബി ഇംപ്ലൈസ് എ എന്ന് കാണിക്കും. ദിസ് വിൽ കംപ്ലീറ്റ് ദ പ്രൂഫ്. ഈ ഇക്വാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് സംഭവിച്ചാലും ബാക്കി എല്ലാം കൂടെ സംഭവിച്ചോളും എന്നാണ്.
എ ഉണ്ടെങ്കിൽ ബി ഉണ്ടാകും, സി ഉണ്ടാകും, സി ഉണ്ടെങ്കിൽ ബി ഉണ്ടാകും, എ ഉണ്ടാകും, ബി ഉണ്ടെങ്കിൽ എ ഉണ്ടാകും, സി ഉണ്ടാകും. ഇതാണ് ഇക്വിവാലന്റ് സ്റ്റേറ്റ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഏതുണ്ടെങ്കിലും മറ്റത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി, ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് സി, സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ. ഇതാണ് അതിന്റെ മീനിങ്. നമ്മളിപ്പോ പ്രൂവ് ചെയ്തു എ ഇംപ്ലൈസ് ബി ആൻഡ് സി, സി ഇംപ്ലൈസ് ബിയും കിട്ടി, ബി ഇംപ്ലൈസ് എയും കിട്ടിയാൽ ഇതെല്ലാം ആയല്ലോ. ഏത് ഡയറക്ഷനിലേക്കും എനിക്ക് പോകാൻ സാധിക്കും. ഫൈനലി ബി ഇംപ്ലൈസ് എ. അപ്പൊ അതിന് വേണ്ടിയിട്ട് let A is equal to set of all Z belongs to G such that fn of Z equal to 0 for all n greater than or equal to 0. അപ്പൊ റിമെമ്പർ എന്താണ് ബി? ബി എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ, ഡെറിവേറ്റീവ് എല്ലാ എന്നിനും വാനിഷ് ചെയ്യുന്ന, എന്റെ ഡെറിവേറ്റീവ്സ് എല്ലാ എന്നിനും വാനിഷ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടെന്നാണ്. എനിക്ക് എഫ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 എന്ന് കാണിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു പോയിന്റ് എ ഉണ്ട്, അങ്ങനെയുള്ള പോയിന്റുകളുടെ കളക്ഷൻ, ആ ഒരു പ്രോപ്പർട്ടി ഉള്ള പോയിന്റുകളുടെ കളക്ഷൻ ആണ് എന്റെ എ. ഇപ്പൊ ടിപ്പിക്കലി നമ്മൾ പല തവണ ടോപ്പോളജിയിലോ അല്ലെങ്കിൽ പലതവണ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ എന്താണ്, ഇത് ഓപ്പൺ കണക്റ്റഡ്നെസ് നമ്മൾ അവിടെ ഉപയോഗിക്കും. ജി ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആണ്. അപ്പൊ ഞാൻ ഈ സെറ്റ് ജിക്കകത്ത് ഓപ്പൺ സെറ്റും ആണ് ക്ലോസ്ഡ് സെറ്റും എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റില് ഒരു കണക്റ്റഡ് ടോപ്പോളജിക്കൽ സ്പേസിൽ ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒന്നുകിൽ എം ജി സെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് എൻറ്റയർ ദ ഹോൾ സെറ്റ് ആയിരിക്കണം. ഇത് ജി ഓൾറെഡി നോൺ എം ടി ആണ്. കാരണം എന്താ, സോറി എ എന്ന് പറയുന്നത് നോൺ എം ടി ആണ്. അതിൽ ഓൾറെഡി എന്തുണ്ട്, സ്മോൾ എ അതിനകത്തുണ്ട് നമ്മുടെ അസംഷൻ അനുസരിച്ച്, ബിയുടെ അസംഷൻ അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ എ നോൺ എം ടി ആണ്. ഇനി നമ്മള് അത് ഓപ്പണും ക്ലോസ്ഡും എന്ന് കാണിക്കും. ആദ്യം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, അത് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കുകയാണ്. ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് Z0 എന്ന് പറയുന്ന എന്റെ ക്ലോഷറിൽ ഉണ്ടെന്ന് എടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടാവും. ഇനി എഫ് അനലിറ്റിക് ആയതുകൊണ്ട് തന്നെ എല്ലാ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആണ് അല്ലെ, സിൻസ് എഫ് ഈസ് അനലിറ്റിക്. അപ്പൊ അതുകൊണ്ട് തന്നെ എഫ് എൻ ഇസഡ് കെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, എഫ് എൻ ഇസഡ് നോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. പക്ഷെ ഇസഡ് കെ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്, ഇസഡ് കെ എന്ന് പറയുന്നത് എയിൽ നിന്നാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാ ഡെറിവേറ്റീവും വാനിഷ് ചെയ്യും അല്ലെ. എഫ് എൻ ഓഫ് ഇസഡ് കെ ഈക്വൽ ടു 0 ഫോർ എയുടെ പ്രോപ്പർട്ടി, എയുടെ ഡെഫിനിഷൻ തന്നെ അതാണ് അല്ലെ, എയുടെ ഡെഫിനിഷൻ തന്നെ അതാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് എൻ ഓഫ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 1 അല്ല, അത് 0 ആണ്. നമ്മൾ എയിലെ ഡെഫിനിഷൻ നോക്കട്ടെ, എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണ്, 1 അല്ല. 0 മുതലാണ് ഇത് വരുന്നത്, 0 0 0. അപ്പൊ ഇസഡ് നോട്ട് എവിടുത്തെ എലിമെന്റ് ആയി, എയിലെ എലിമെന്റ് ആയി. അപ്പം ക്ലോഷറിലുള്ള എല്ലാ പോയിന്റും എയിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സെറ്റ് ആണ്. ഓൾറൈറ്റ്. ഇനി ഈ ഓപ്പൺ എന്നുള്ളത് സിമ്പിൾ ആണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ ഓപ്പൺ എന്ന് കാണിക്കാൻ എന്ത് ചെയ്തു, ഒരു എ എടുത്തു, എനിക്ക് അത് ബി എ ആർ എക്കകത്ത് കണ്ടെയ്ൻഡ് എന്ന് കാണിക്കണം. ഈ ജി ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് എന്തായാലും ബി എ ആർ ജിക്കകത്ത് ഉണ്ടായിരിക്കും. ഇനി എഫിന്റെ പവർ സീരീസ് എക്സ്പാൻഷൻ എടുത്തു, അറൌണ്ട് എ എന്നിന്റെ ഫോർമുല ഇതാണ്. ഓൾറെഡി എയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് ഈ എ എന്നുകളെല്ലാം 0 ആണ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് എന്ന് പറയുന്ന ബി എ ആറിൽ ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആണ്. That means BAR is contained in A. Therefore, A is open. So, ബാക്കി എന്താ റീസൺ എഴുതിക്കോളൂ. Hence, A is a non-empty, open and closed subset of the connected set G. Hence, A is equal to G. That is, A definition is F identically equal to 0 1. So this gives you A. This gives you A, and this completes the proof of the important theorem called the identity theorem or zeroth theorem. Okay. Now what? അപ്പോൾ ഇത് 1-2-3 തവണ വായിച്ച് നന്നായിട്ട് ഇതിന്റെ പ്രൂഫ് പഠിക്കണം. ഇനി ആകെ റിമെയിൻ ചെയ്യുന്നത് ഇതിന്റെ കുറച്ച് കൊറോളറീസ് ആണ്. ഒന്നാമത്തെ കൊറോളറി,
രണ്ട് അനാലിറ്റിക് ഫംഗ്ഷനെ നിങ്ങൾ എപ്പം ഇക്വേറ്റ് ചെയ്യാം. ഇതിന് വളരെ 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 വലിയ ആപ്ലിക്കേഷൻസ് ആണ്. പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. ഇതിന്റെ എക്സസൈസ് ഞാൻ സെമിനാറിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഇതിന്റെ എക്സസൈസ് നിങ്ങൾ ചെയ്യണം. എനിക്ക് തോന്നുന്നു S08 ആണെന്ന് തോന്നുന്നു. എക്സസൈസ് ഇത് നിർബന്ധമായിട്ട് ഇതിന്റെ എക്സസൈസ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോ ഈ കൊറോളറി പറയുന്നത് സപ്പോസ് എഫ് ആൻഡ് ജി ആർ അനലിറ്റിക് ഓൺ എ റീജിയൻ ജി. ഇനി എഫ് ഈക്വൽ ആകുന്ന എഫും ജിയും ഈക്വൽ ആകുന്ന ആ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ലിമിറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ എഫും ജിയും എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. മീൻസ് അങ്ങനെയല്ല, നിങ്ങൾ എഫും ജിയും ഈക്വൽ ആകുന്ന ഒരു സബ്സെറ്റ് എടുക്കുക. അപ്പൊ അവിടെ ആ സെറ്റിന് ലിമിറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ എഫ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. അതാണ് ആ റിസൾട്ട് പറയുന്നത്. എഫ് ഐഡന്റിക്കലി ഈക്വൽ ടു ജി ആകണമെങ്കിൽ അത് ഈക്വൽ ആകുന്ന ആ സെറ്റിനുണ്ടല്ലോ, ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇതിൽ ഒരു സൈഡ് ട്രിവിയൽ ആണ്. ഇതിന്റെ പ്രൂഫില് if f identical to g, clearly what is that set? Set of what z belongs to g, f of z equal to g of z എന്ന് പറയുന്ന സെറ്റ് എന്താ? ഇസ് ജി അല്ലേ, ആസ് എ ലിമിറ്റ് പോയിന്റ്. ആ പാർട്ട് ഡയറക്റ്റ് ആണ്. സോ കോൺവേഴ്സ്ലി സപ്പോസ് set of all z belongs to g such that f of z equal to g of z as a limit point in g. അതാ സീറോ തിയറത്തിൽ ശ്രദ്ധിക്കാൻ പറയാൻ വിട്ടു. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലിമിറ്റ് പോയിന്റ് ഉണ്ടായാൽ മാത്രം പോരാ, അത് ആ ജിയിൽ തന്നെ ഉണ്ടാവുകയും വേണം. തൊട്ടു മുമ്പ് തന്നെ ഞാൻ പ്രോബ്ലം ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. Now let h is equal to f minus g. Then h of z equal to 0. Set of all z belongs to g such that h of z equal to 0. എന്ന് പറഞ്ഞാൽ എന്താ? This is same as set of all z belongs to g such that f of z equal to g of z as a limit point in g by zero theorem അല്ലെങ്കിൽ identity theorem by 234 by 234 h identically equal to 0. So that implies f identically equal to g. ഇതാണ് എന്റെ പ്രൂഫ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെറിയൊരു ഡൊമൈനില് രണ്ട് ഫങ്ഷൻസ് ഈക്വൽ എന്നും അതിന് ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ടെന്നും അറിയാമെങ്കിൽ അത് മൊത്തം ഡൊമൈനിൽ ഈക്വൽ ആയിരിക്കും. ഇതിന് നിങ്ങൾ വളരെ വലിയ ആപ്ലിക്കേഷൻ ആണ്. ഞാൻ ഒരു കാര്യം എളുപ്പം പറയാം, എക്സസൈസിലുള്ളത് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ റിയൽ അനാലിറ്റിക് ഫംഗ്ഷൻ ഉണ്ട് അല്ലെ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. പിന്നെ നിങ്ങളുടെ കയ്യില് കോംപ്ലക്സ് അനാലിറ്റിക് ഫംഗ്ഷൻ ഉണ്ട്, ജി ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ്. പക്ഷെ ഇഫ് z equal to x element of r then f equal to g. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ഇസഡിന് പകരം ഞാൻ റിയൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരേ കാര്യം തന്നെയാണ്. അതിന്റെ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ റിയൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന വേറെ ഒരു കോംപ്ലക്സ് അനാലിറ്റിക് ഫംഗ്ഷനും ഇല്ല, ഇ റൈസ് ടു ഇസഡ് മാത്രമേ ഉള്ളൂ. സോ അതായത് ഇഫ് h is a analytic function from C to C and h of x is equal to e raised to x for all x belongs to R implies h of z equal to e raised to z. അത് ഈ തിയറത്തിൽ നിന്ന് നിങ്ങൾക്ക് പറയാം അല്ലെ. റിയൽ ആക്സിസിൽ അത് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഒരേ ഒരു ഇതേ ഉള്ളൂ, മൊത്തം ഡൊമൈനിലും അത് ഇ റൈസ് ടു ഇസഡിന് ഈക്വൽ ആയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എക്സ്റ്റൻഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ റിയൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ നിന്ന് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു റിയലുമായിട്ട് ഈക്വൽ ആകുന്ന വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ല. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ആ യുണീക്ക് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇ റൈസ് ടു ഇസഡ് എന്നുള്ള ആ നൊട്ടേഷൻ നമുക്ക് ഉറപ്പായിട്ട് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ആ എക്സസൈസിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻസൈറ്റ് കിട്ടും ഈ ഒരു റിസൾട്ടിന്റെ.
ഇതെല്ലാം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആവും. ക്ലാസ്സിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് പറയാമായിരുന്നു. പോസിബിൾ വി വിൽ ഡിസ്കസ് ദ ഐ എക്സസൈസ് ചെയ്യുമ്പോൾ കഴിവതും സെമിനാർ എടുക്കുമ്പോൾ എന്നെയും കൂടെ ഉള്ള സമയത്ത് എടുക്കാൻ ശ്രമിച്ചാൽ ഐ ക്യാൻ ഗിവ് യു മോർ ഇൻപുട്ട്. സോ നെക്സ്റ്റ് എന്താ പറയണേ, സപ്പോസ് എഫ് ഈസ് അനാലിറ്റിക് ഇൻ ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആൻഡ് എഫ് ഈസ് നോട്ട് ഐഡന്റിക്കലി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോളിനോമിയൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ലേ, അതുപോലെ നമുക്ക് അനലിറ്റി ഫംഗ്ഷൻ ഉറപ്പായിട്ട് ദർ ഈസ് എൻ എൻ സച്ച് ദാറ്റ് മൾട്ടിപ്ലിസിറ്റി എന്നുള്ള രീതിയിൽ ഫൈനൈറ്റ് മൾട്ടിപ്ലിസിറ്റി എനിക്ക് പറയാൻ പറ്റും. പോളിനോമിയൽസിലെ പോലെ അനലിറ്റി ഫംഗ്ഷനും ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റിലെ അനലിറ്റി ഫംഗ്ഷനും എനിക്ക് സീറോസിന് ഒരു ഫൈനൈറ്റ് മൾട്ടിപ്ലിസിറ്റി എപ്പോഴും പറയാൻ പറ്റും, ലൈക്ക് പോളിനോമിയൽസ്. അതിന്റെ പ്രൂഫ് എന്താ? അവിടെ ഞാൻ എടുക്കുന്നത് ലെറ്റ് n be the largest positive integer such that fn minus 1 of a equal to 0. ഇത് അങ്ങനെ ഉണ്ട്. ഇത് എങ്ങനെ എന്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ബൈ 2 to 4 അല്ലെ, നമ്മള് 2 to 4 ആണ് 234 ആണ് 234 അല്ലെ, സീറോ തിയറം 234. ഇങ്ങനെ ഒരു n ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാ ഡെറിവേറ്റീവും വാനിഷ് ചെയ്യുന്നു എന്നല്ലേ. പക്ഷെ എല്ലാ ഡെറിവേറ്റീവും വാനിഷ് ചെയ്താൽ സീറോ തിയറം പറയുന്നത് എന്തായിരിക്കണം? എഫ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആയിരിക്കണം. പക്ഷെ നമ്മളിവിടെ എഫ് നോട്ട് ഐഡന്റിക്കലി ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ടുള്ളതുകൊണ്ട് സച്ച് ആൻ n എക്സിസ്റ്റ്, വൈ n എക്സിസ്റ്റ് എന്നുള്ളതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ തന്നെ ആലോചിച്ച് മനസ്സിലാക്കുക. ബൈ സീറോ തിയറം അല്ലെങ്കിൽ ഐഡന്റിറ്റി തിയറം എന്ന് പറഞ്ഞാലും മതി. അപ്പൊ എന്ത് ചെയ്യാ? ഡിഫൈൻ g of z ലൈക്ക് ദിസ് ആൻഡ് ഫോർ z നോട്ട് ഈക്വൽ ടു a. g of a ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. കാരണം z ഈക്വൽ ടു എയിൽ എനിക്ക് ഇത് ഡിഫൈൻ ചെയ്താൽ അത് അനലിറ്റിക് ആവില്ല. കാരണം ഇത് f of z ആക്ച്വലി അത് f of z ബൈ z മൈനസ് a റൈസ് ടു n ആണ്. ആക്ച്വലി എന്താണോ എനിക്ക് വേണ്ടത് ഇതിനടുത്ത് കൊണ്ടുവന്നാൽ മതി. പക്ഷെ അത് അനലിറ്റിക് ആണെന്ന് കൂടെ പറയണം. ഇത് ജി മൈനസ് എയിൽ അനലിറ്റിക് എന്നുള്ളത് ക്ലിയറാ. കാരണം എന്താ? ജി മൈനസ് എയിൽ ഇതുമൊക്കെ വളരെ നൈസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ജി മൈനസ് എയിൽ അനലിറ്റിക്കാ. ഇനി എയിലും കൂടെ അനലിറ്റിക് എന്ന് കാണിക്കാൻ എഫിന് ഇങ്ങനെ ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടല്ലോ. ഓൾറെഡി സെയിം ഡിസ്കഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. n-1 വരെ ഡെറിവേറ്റീവ് വാനിഷ് ചെയ്യുന്നുണ്ട്. എഫിന്റെ അറൌണ്ട് എ ഉള്ള പവർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും, ഇൻ സം ഡിസ്ക് BAR. അപ്പൊ നമ്മൾ അവിടെ എടുത്ത പോലെ ജി ഓഫ് z ഇങ്ങനെ എടുക്കുക. ജി ഓഫ് z ഇങ്ങനെ തന്നെ ആയിരിക്കും. നോക്കൂ, ആ പവർ സീരീസ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ജി ഓഫ് z ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും ഫോർ z നോട്ട് ഈക്വൽ ടു a. പക്ഷേ z ഈക്വൽ ടു, ഇവിടെ ഒരു രസം അതാണ്, z ഈക്വൽ ടു എയിലും ഇവിടെ ജി ഓഫ് എ എന്താ വരിക? ജി ഓഫ് എ എന്ന് പറയുന്നത് an ആണ്. an എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്താ? fn ഓഫ് a ബൈ n ഫാക്ടോറിയൽ അല്ലേ? അതല്ലേ എന്റെ ജി ഓഫ് എയുടെ ഡെഫിനിഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പ്രഷൻ എല്ലാ ഇസഡിനും വാലിഡ് ആണ്. ജിയെ നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്താണ് ഡിഫൈൻ ചെയ്തെങ്കിലും ഈ ഒരു പവർ സീരീസ് ഉപയോഗിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ എക്സ്പ്രഷൻ എല്ലാ ഇസഡിനും വാനിഷ് ആണ്. ക്ലിയർലി ഇത് അനലിറ്റിക് ആണ്, ജി ഈസ് അനലിറ്റിക് ആണ്. അപ്പോൾ വി ഗോട്ട് ദ റിക്വയർഡ് ഫംഗ്ഷൻ. എഫ് ഓഫ് സെഡിനെ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ജി എനിക്ക് എക്സ്പ്ലിസിറ്റ്ലി ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതൊക്കെ ഓരോ ടെക്നിക്കുകളാണ്. ഇതിന്റെയൊക്കെ ഈ പ്രൂഫിന്റെ ഒക്കെ ആവശ്യം വരുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ്. പല പ്രോബ്ലംസിലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് മാനിപ്പുലേഷൻസ് നടത്തേണ്ടി വരാറുണ്ട്. അപ്പൊ ഈ പ്രൂഫൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. So what is the next result? Suppose f from G to C analytic and not constant, and a element of G is a 0 of f. ഇപ്പൊ നമ്മൾ ഈ ചെയ്ത റിസൾട്ടിനെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഏതൊരു അനലിറ്റിക് ഫംഗ്ഷൻ എടുത്താലും അതിന്റെ സീറോസിന്റെ മൾട്ടിപ്ലിസിറ്റി ഫൈനൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. എപ്പോഴും അനലിറ്റിക് അല്ലാത്ത ഫംഗ്ഷന് ഫൈനൈറ്റ് മൾട്ടിപ്ലിസിറ്റി ആവണമെന്നില്ല. ദർ ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് find a function having infinite multiplicity. മൾട്ടിപ്ലിസിറ്റി ഇൻഫൈനൈറ്റ് ഉള്ള ഫംഗ്ഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അനലിറ്റിക് ആയാലും കിട്ടില്ല, അനലിറ്റിക് അല്ലാത്തടത്ത് നോക്കണം. അത് ആക്ച്വലി അത് ലീഡ് ചെയ്യുന്നത് വേറെ കുറച്ച് തിയറിയാണ്. ആ തിയറി നിങ്ങൾക്ക് മുമ്പ് കോംപ്ലക്സ് അനാലിസിസ് 2 എന്ന് പറഞ്ഞ ഇലക്ടീവ് കോഴ്സ് കിടപ്പുണ്ടായിരുന്നു. അതിപ്പോ ഇല്ലെന്ന് തോന്നുന്നു അല്ലെ? 4th സെമിസ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ നമ്മുടെ കോളേജിൽ അത് എടുക്കുന്നില്ല.
അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ്. വിയർസ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം എന്നൊക്കെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ അവിടെ വരുന്നുണ്ട്. വിയർസ്ട്രാസ് അപ്രോക്സിമേഷൻ അല്ലല്ലോ, എന്താണ് വിയർസ്ട്രാസ് തിയറം എന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ എന്തായാലും ഇപ്പം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള എന്തായാലേക്ക് പോകാം. എഫ് ഓഫ് എ ഈക്വൽ ടു 0 ദെൻ ഷോ ദാറ്റ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സീറോസ് ആർ ഐസൊലേറ്റഡ്. ഈ റിസൾട്ട് പറയുന്നത് സീറോസ് ആർ ഐസൊലേറ്റഡ്. അതായത് ഇപ്പം തന്നിരിക്കുന്നത് ഞാൻ പ്രൂഫ് ഇങ്ങനെ വരച്ച് കാണിക്കാം. ജി എന്ന് പറയുന്ന ഒരു റീജിയനിൽ എ എന്ന് പറയുന്നത് എഫിന്റെ ഒരു സീറോ ആണ്. ഈ റിസൾട്ട് പറയുന്നത് യു ക്യാൻ ഫൈൻഡ് എ ഡിസ്ക് വെച്ച് ദാറ്റ് ഇതിന്റെ അകത്ത്, ഈ ഡിസ്കിന്റെ അകത്ത് എഫ് നോട്ട് ഈക്വൽ ടു 0 എക്സെപ്റ്റ് എയിൽ മാത്രമേ 0 ആവൂ. ഈ ഒരു ഡിലീറ്റഡ് ഡിസ്കിൽ എ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഓരോ സീറോസിനെയും എനിക്ക് ഐസൊലേറ്റ് ചെയ്ത് മാറ്റാം. ഇതാണ് റീജിയൻ എങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ എഫിന് 5 സീറോസ് ഉണ്ടെങ്കിൽ ഈ 5 സീറോസിനെയും എനിക്ക് ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് ഇതായിരിക്കും. ഇതിനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ അടുത്ത ഡിസ്ക് വരയ്ക്കാം. ഈ സീറോസും മറ്റേതുമായിട്ട് ടച്ച് ചെയ്യാതെ വരയ്ക്കാം. ഇങ്ങനെ എനിക്ക് ഐസൊലേറ്റ് ചെയ്ത ആ ഒരു ഇതിൽ എഫ് വാനിഷ് ചെയ്യില്ല, പരസ്പരം ടച്ച് ചെയ്യില്ല. ഇങ്ങനെ വേറെ സീറോസുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ എനിക്ക് ഐസൊലേറ്റ് ചെയ്ത് വരയ്ക്കാം. ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ആർ ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? ഈ എക്ക് ചുറ്റുമുള്ള ഇത് ബി എന്ന് പറയുന്ന ഒരു സീറോ, ഏത് ഡിസ്ക് എടുത്താലും അതിനകത്ത് സീറോ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ബി എന്ന് പറയുന്നത് സീറോ സെറ്റിന്റെ ഒരു ലിമിറ്റ് പോയിന്റ് ആവില്ലേ? What if such an R exists? Then A becomes a limit point of the zero set. Then by 2, 3, 4 F identically equal to 0, which is a contradiction. നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ? എഫ് ഒരു നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്നാണ്, നോട്ട് കോൺസ്റ്റന്റ് എന്നായിരുന്നു. അപ്പൊ എഫ് എന്താൻ പറ്റില്ല? ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആകാൻ പറ്റില്ല. റൈറ്റ്? ഓക്കെ, അതാണ് ആ ഒരു റിസൾട്ട്. സീറോസ് ഐസൊലേറ്റഡ് ആണെന്നാണ് എസെൻഷ്യലി ഈ ഒരു തിയറം പറയുന്നത്. അടുത്ത ഒരു അവസാനത്തെ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ എനിക്കൊരു നിങ്ങളുടെ ഒരു സെമിനാർ ക്വസ്റ്റ്യൻ വേണം. ഇതെനിക്ക് തൻസിയുടെ ആദ്യം തന്ന എക്സസൈസ് സെറ്റിൽ പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം, തൻസി എല്ലാ പ്രോബ്ലം ചെയ്യുക, S06 തൻസിയുടെ ആണെന്നാണ് എന്റെ ഓർമ്മ. ഈ 17 എന്ന് പറയുന്ന കുറെ ക്വസ്റ്റ്യൻസിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഈ സെമിനാർ തന്ന എല്ലാ പ്രോബ്ലവും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനത് സെമിനാർ തന്നത്. നമ്മൾ ടൈം പെർമിറ്റ് ചെയ്യുമെങ്കിൽ വി ക്യാൻ ഡിസ്കസ് ഡ്യൂറിങ് ദ സെമിനാർ. നിങ്ങളുടെ സെമിനാർ നിങ്ങൾ എത്രത്തോളം എടുത്തു തുടങ്ങിയെന്ന് എനിക്കറിയില്ല. സെമിനാർ എടുത്ത് എനിക്ക് എന്റെ റിപ്പോർട്ട് കറക്റ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആരും റിപ്പോർട്ട് തന്നിട്ടില്ല. ഓക്കെ, എന്താണ് ഈ റിസൾട്ട് പറയുന്നത്? ലെറ്റ് G be a region and suppose that F from G to C is analytic such that F of G is a subset of a circle. Then F is a constant. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് അല്ലെ? വായിക്കുമ്പോൾ തന്നെ ഇമേജ് ഒരു സർക്കിളിനകത്താണെങ്കിൽ F കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ഇത് പറയുന്നത്. സോ മാക്സിമം മോഡുലസ് തിയറം പറയുന്നത് ഒരു G എന്ന് പറയുന്ന റീജിയൻ ആണ്, F അനലിറ്റിക് ആണ്. ഇനി ആ എഫിന്റെ മോഡുലസ് എടുക്കുക. എഫിന്റെ മോഡുലസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഡിഫൈൻ ചെയ്യുന്ന എങ്ങനെയോ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ്. ഇതിനൊരു മാക്സിമം വാല്യൂ ജിക്കകത്തുണ്ടെങ്കിൽ, ജിക്കകത്ത് ഇതിനൊരു മാക്സിമം വാല്യൂ ഉണ്ടെങ്കിൽ എഫ് കോൺസ്റ്റന്റ് ആയേ പറ്റുള്ളൂ. മോഡുലസിന് മാക്സിമം വാല്യൂ അകത്ത് വരാൻ പറ്റൂല, വരണമെങ്കിൽ അത് ബൗണ്ടറിയിലായിരിക്കണം.
ജിയുടെ ബൗണ്ടറിയിലായിരിക്കണം. സർക്കിൾ തന്നെ ആവണമെന്നില്ല, ഏത് റീജിയനും ആകാം. ഞാൻ ഇപ്പൊ സർക്കിൾ വരച്ചെന്നേ ഉള്ളൂ. അതിന്റെ പ്രൂഫ് പോകുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഹൈപ്പോത്തിസിസ് ഇതാണ്. ഇങ്ങനെ ഒരു ആർ ചൂസ് ചെയ്യുക, ആ സർക്കിള് ഗാമ ഓഫ് ടി എന്ന് വിളിക്കുക. എ സെന്ററും 6 റേഡിയസും ആയിട്ടുള്ള ആ സർക്കിളിനെ ഗാമ ഓഫ് ടി എന്ന് വിളിക്കണം. ബൈ നമ്മുടെ 219 അകത്തുള്ള എഫ് ഓഫ് എക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഉണ്ടെന്ന് അറിയാം. 219 വെച്ചിട്ട് ഡബ്ല്യു എന്ന് പറയുന്ന സർക്കിളിലെ പോയിന്റ് ആയതുകൊണ്ട് എനിക്ക് ഡബ്ല്യുവിന് പകരം എന്ത് കൊടുക്കാം? എ പ്ലസ് ആർ ഇ റേസ് ടു ഐ ടി എന്ന് കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ എനിക്ക് ഇത് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അപ്പം ഡബ്ല്യു മൈനസ് എ ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ എയും എയും ക്യാൻസൽ ആവും, ഒരു ആർ ഇ റേസ് ടു ഐ ടി വരും. പിന്നെ ഡി ടി ചെയ്യുമ്പോൾ എന്ത് വരും? ഡി ടി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ഐ ആർ ഇ റേസ് ടു ഐ ടി വരും. അത് രണ്ടും ക്യാൻസൽ ആവും, ഈ ഐയും ഐയും ക്യാൻസൽ ആവും. എന്നിട്ടാണ് നമ്മൾ ഇത് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഈ ഐയുടെ ആവശ്യമില്ല, ഇവിടെ ഐയുടെ ആവശ്യമില്ല. ഇന്റഗ്രലിന്റെ ലിമിറ്റ് 0 മുതൽ 2π വരെ. അപ്പൊ മോഡുലസ് ഓഫ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഇങ്ങനെയായി. പക്ഷേ ഈ എ പ്ലസ് ആർ റേസ് ടി എവിടുത്തെ പോയിന്റാ? ജിക്ക് അകത്തുള്ള പോയിന്റാ അല്ലെ? നമ്മളെ ജിക്ക് അകത്താണ് നമ്മൾ എന്തെടുത്തത്? ഒരു എ എടുത്തത്. അവിടെയാണ് നമ്മളൊരു ആർ റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ എടുത്തത്. അപ്പൊ എന്റെ എ പ്ലസ് ആർ റേസ് ടി ഇവിടെയല്ലേ വരിക? ഇതാണ് എ പ്ലസ് ആർ ഇ റേസ് ടു ഐ ടി പോയിന്റുകൾ. അപ്പം അവിടെയൊക്കെ മോഡുലസ് ജിക്കകത്തെല്ലാം മോഡുലസ് എന്ന് പറയുന്നത് മോഡ് എഫ് ഓഫ് എക്കാളും ചെറുതാണ്. അപ്പൊ എനിക്ക് ഈ മോഡുലസ് എന്ന് പറയുന്നത് എന്താ? മോഡ് എഫ് ഓഫ് എക്കാളും ചെറുതാണ്. അതിന് പുറത്തെടുക്കാം. പിന്നെ ഒരു 1/2π ഇൻറ്റു ആ ഇന്റഗ്രലിന്റെ വാല്യൂ 2π വരും. അത് രണ്ടും ക്യാൻസൽ ആവും. ഇത് മാത്രമേ വരുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ അർത്ഥം ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എക്സാക്ട്ലി മോഡ് എഫ് ഓഫ് എ ആണ്. ഇപ്പൊ മോഡ് എഫ് ഓഫ് എ അങ്ങനെ ഇന്റഗ്രലിന്റെ അകത്ത് പോകുമ്പോൾ ഐ വിൽ ഗെറ്റ് ദിസ്. പക്ഷേ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നോൺ നെഗറ്റീവ് ആണ് അല്ലെ? കാരണം മോഡ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എ പ്ലസ് ഇവിടെ ഉണ്ട് ആർ റേസ് ടു ആണ്. അപ്പൊ ഇന്റഗ്രന്റ് ഇതൊരു യൂഷ്വൽ റീമാൻ ഇന്റഗ്രലാണ്. റീമാൻ ഇന്റഗ്രലിൽ ഇന്റഗ്രന്റ് നോൺ നെഗറ്റീവും ആണ്, ഇന്റഗ്രൽ സീറോയും ആണെങ്കിൽ ആ ഏരിയ എന്നുള്ള കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി അല്ലെ? ഏരിയ സീറോ ആകുക എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഐഡന്റിക്കലി ഈക്വൽ ടു സീറോ ആകണം. അപ്പൊ ഈ ഇന്റഗ്രന്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കണം. നോൺ നെഗറ്റീവ് ആണെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ഇത് ഇന്റഗ്രന്റ് നോൺ നെഗറ്റീവ് ആണെങ്കിൽ ഇന്റഗ്രൽ സീറോ ഇംപ്ലൈസ് ദ ഇന്റഗ്രന്റ് ഈസ് സീറോ. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? നമ്മളിപ്പോ എന്താ ചെയ്തത്? നമ്മൾ ചെയ്തത് ജിക്കകത്ത് ഇങ്ങനെ ഒരു സർക്കിൾ എടുത്തിട്ട് ഈ സർക്കിളിൽ എഫിന്റെ വാല്യൂ, ആ സർക്കിളിൽ എഫിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? മോഡ് എഫ് ഓഫ് എക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലെ? അതായത് ജിക്കകത്ത് ഞാൻ ഇത് ആർബിട്രറി അല്ലേ? ഈ ജിക്കകത്ത് ആർബിട്രറി ആയിട്ടല്ലേ നമ്മൾ എന്തെടുത്തത്? ബി എ ആർ എടുത്തത്. എ സെന്റർ ആയിട്ടുണ്ട്. ഏത് സർക്കിൾ എടുത്താലും ആ സർക്കിളിന്റെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡ് എഫ് ഓഫ് എക്ക് ഈക്വൽ ആയിരിക്കും എന്നാ പറഞ്ഞു. സോ സിൻസ് ആർ ഗ്രേറ്റർ ദാൻ 0 വാസ് ആർബിട്രറി, ദിസ് ഷോസ് ദാറ്റ് ഫോർ എനി ബി എ ആർ, ഈ സർക്കിളിനെ ആ ഡിസ്കിനെ എങ്ങോട്ടാ മാപ്പ് ചെയ്യുന്നത്? എനി ഡിസ്ക് ബി എ ആർ ഷോസ് ദാറ്റ് എഫ് മാപ്സ് എനി ഡിസ്ക് ബി എ ആർ into the circle mod z equal to mod f of a. കാരണം എന്താ? അതൊന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ബി എ ആർ എടുക്കുക. ഒന്നുകൂടെ ക്ലിയർ ആക്കി ഞാൻ പറയാം. ഞാൻ ഒരു ബി എ ആർ എടുത്തു. ഇതിനകത്തുള്ള ഏത് പോയിന്റ് എടുത്താലും എനിക്കതിനെ ഒരു സ്മാൾ ബി എ ആറിനകത്താക്കാമല്ലോ. പക്ഷെ ഈ ഒരു സർക്കിളിന്റെ ഇമേജ് എവിടെയാ? ഈ സർക്കിളിലെ എല്ലാ പോയിന്റിന്റെയും മോഡുലസ് എന്താണ്? മോഡ് എഫ് ഓഫ് എക്ക് ഈക്വൽ ആണ്. അതിന്റെ അർത്ഥം ഈ ഡിസ്കിനകത്തെ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ ഇമേജ് എന്താ? അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത്
അതിന്റെ എഫ് മാപ്പ് എനി ഡിസ്ക്, ആ ഡിസ്കിനെ എങ്ങോട്ടാ മാപ്പ് ചെയ്യുന്നത്? ഈ മോഡ് ഈ പറയുന്ന സർക്കിളിന്റെ അകത്തേക്കല്ലേ മാപ്പ് ചെയ്യുന്നത്? മോഡ് എഫ് ഓഫ് എ എന്ന് പറയുന്ന സർക്കിളിനേക്ക് അകത്തേക്കല്ലേ മാപ്പ് ചെയ്യുന്നത്? മോഡ് ഇസഡ് ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എ. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ എക്സ്പ്ലനേഷൻ. ഒന്നുകൂടെ കുറച്ചുകൂടെ ഒരു നന്നായിട്ട് പറയാ എങ്ങനെയാ? സിൻസ് ദ ഇന്റഗ്രന്റ് ഈസ് നോൺ നെഗറ്റീവ് ഇറ്റ് ഫോളോസ് ദാറ്റ്. ഇതുവരെ വളരെ ഓക്കെ ആണ് അല്ലെ? ഇപ്പൊ നമ്മളിവിടെ കിട്ടിയത് എ സെന്റർ ആയിക്കൊണ്ട് വരയ്ക്കുന്ന ഈ സർക്കിള് റേഡിയസ് ആർ ആർബിട്രറി ആയിട്ട് ഞാൻ എടുത്തത് അല്ലെ. ഈ ഇവിടത്തെ ഏത് പോയിന്റും, ഈ പോയിന്റുകളാണ് ഈ കിടക്കുന്ന എ പ്ലസ് ആർ ഇ റേസ് ടു ഐ ടി അല്ലെ. ഇതിന്റെ എല്ലാം മോഡുലസ് എന്തായിരിക്കും? മോഡുലസ് മോഡ് എഫ് ഓഫ് എക്ക് ഈക്വൽ ആയിരിക്കും. അതാണ് നമുക്കിവിടെ കിട്ടിയത്. സോ ഞാനിപ്പോ ഈ ഇവിടുന്ന് ഒരു z എടുത്താൽ f of z, what is modulus of f of z? Modulus of f of z will be modulus of f of a. ഇതെല്ലാ z-നും ശരിയാണ്. what is the image of the circle? ഇവിടെ സീറോ സെന്റർ ആയിട്ട് മോഡ് എഫ് ഓഫ് എ റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ എടുക്കുക. ദിസ് ഈസ് മോഡ് എഫ് ഓഫ് എ. അപ്പം ഈ സർക്കിളിന്റെ ഇമേജ് എവിടെയാ? ഇതിനകത്താ കിടക്കുന്നത്. ആക്ച്വലി ഇവിടെ എഫിനെ പറ്റിയല്ല പറയാ, പുസ്തകത്തിലെ എക്സ്പ്ലനേഷൻ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. യു ഹാവ് ടു ആർഗ്യൂ വിത്ത് ജി ഓഫ് ഇസഡ് ഈക്വൽ ടു മോഡ് എഫ്. മോഡ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇമേജ് ആണ് ഇവിടെ കിടക്കുന്നത്. അതാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത്. ദിസ് ഷോസ് ദാറ്റ് മോഡ് എഫ് മാപ്സ് എനി ഡിസ്ക് ബി എ ആർ ഇൻ ടു ദ സർക്കിൾ മോഡ് എഫ് ഓഫ് എ. ഓക്കെ, ഇനി നമ്മുടെ മോഡ് എഫിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ആ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ ഒരു പ്രശ്നമുണ്ട്. കാരണം എഫ് അനലിറ്റിക് ആണെങ്കിൽ മോഡ് എഫ് അനലിറ്റിക് ആകണമെന്ന് ഇല്ല. മോഡ് എഫിനല്ല, അത് എഫിന് തന്നെ പറയണം. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. നമുക്കത് ആ ഒരു ഡൗട്ട് നിങ്ങൾ എൻ്റെ അവിടെ ചോദിക്കാം. എനിക്ക് അതായത് എക്സ്പ്ലനേഷൻ എനിക്ക് അങ്ങോട്ട് പൂർണ്ണമാവുന്നില്ല. ആർഗ്യുമെന്റ് ഇതാണ്: എഫ് മാപ്സ് എനി ഡിസ്ക് ബി എ ആർ ഇൻ ടു ദ സർക്കിൾ മോഡ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എ. മോഡ് എഫ് മാപ്പ് ചെയ്യുന്നുള്ളത് ഇവിടെ ക്ലിയർ ആ. കാരണം മോഡ് എഫ് ഏതൊരു ഇസഡ് ഇവിടെ നിന്ന് എടുത്താലും അതിന്റെ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് മോഡ് എഫ് ഓഫ് എക്ക് ഈക്വൽ ആണ്. അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ മോഡ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇമേജ് എപ്പോഴും അതിനകത്തായിരിക്കും. എഫിന്റെ ആണെങ്കിൽ ആർഗ്യുമെന്റ് ഇങ്ങനെയാ പോകുന്നത്: ബൈ അവർ ദാറ്റ് എക്സസൈസ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ബി എ ആറില് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഈ സ്മോൾ ആർബിട്രറി ആയതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്തുള്ള എല്ലാത്തിനും അത് പറയാം. ഏതൊരു പോയിന്റ് എടുത്താലും എനിക്ക് ഈ ആർഗ്യുമെന്റ് പറയാം. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എഫ് ഈസ് കോൺസ്റ്റന്റ് ഇൻ ബി എ ആർ എന്ന് കിട്ടുന്നത്. പക്ഷേ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു, അതിന്റെ അർത്ഥം എന്താ? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എ ഫോർ ഓൾ ഇസഡ് ബിലോങ്സ് ടു ബി എ ആർ. കാരണം ഓൾറെഡി എഫ് ഓഫ് എ എന്നൊരു വാല്യൂ അതിനുണ്ടല്ലോ. ഇനി ജി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഐഡന്റിക്കലി ഈക്വൽ ടു എഫ് ഓഫ് എ ആകുന്ന ഒരു ഫംഗ്ഷൻ ജിയിൽ എടുത്താൽ നമുക്കിവിടെ കിട്ടിയത് എന്താ?
BAR എഫും ജിയും ഈക്വൽ എന്നല്ലേ? പക്ഷെ നമ്മള് 2, 3, 5 രണ്ട് അനലിറ്റിക് ഫംഗ്ഷൻ ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റിൽ ഈക്വൽ ആകുന്ന ആ സെറ്റിന് ലിമിറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ BARന് എന്തായാലും ലിമിറ്റ് പോയിന്റ് ഉണ്ട്. ഒരു ഡിസ്കിനകത്തുള്ള പോയിന്റുകളെല്ലാം അതിന്റെ ലിമിറ്റ് പോയിന്റ് ആണ്. ലിമിറ്റ് പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ എഫ് എന്തായിരിക്കണം? ഐഡന്റിക്കലി ഈക്വൽ ടു ജി ആയിരിക്കണം. അതായത് എഫ് ഓഫ് സെഡ് ഐഡന്റിക്കലി ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കും. ഇവിടെ നമുക്ക് BARലേ കിട്ടിയുള്ളൂ. അതിനെ മൊത്തം ജിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ജി എന്നൊരു ഫംഗ്ഷൻ എടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഈക്വൽ ആകുന്നത് BARൽ ഈക്വൽ ആണ്. അവിടെ അതിന് ലിമിറ്റ് പോയിന്റ് ഉള്ളത് കൊണ്ട് ബൈ ഐഡന്റിറ്റി തിയറം എഫ് ഐഡന്റിക്കലി ഈക്വൽ ടു ദ ഫംഗ്ഷൻ ജി വിച്ച് ഈസ് എസെൻഷ്യലി ദ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എ. അപ്പൊ ഇതാണ് അതിന്റെ പ്രൂഫ്. അപ്പൊ ഇവിടെ എനിക്ക് ചെറിയൊരു ഡൗട്ട് വന്നത് ഈ ഒരു എഫ് മാപ്സ് എനി ഡിസ്ക് എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. അപ്പൊ ഈ എക്സസൈസ് ഇതിനകത്തുള്ള എക്സസൈസ് എല്ലാം ചെയ്യണം. S08 ആണ് ആ എക്സസൈസ്. അതെല്ലാം ചെയ്യുക. വീഡിയോ 1-2 തവണ പോസ് ചെയ്ത്, ഞാൻ സ്പീഡിനാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. സ്പീഡിനാണെങ്കിൽ അത് പോസ് ചെയ്ത് സമയമെടുത്ത് വീഡിയോ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. സോ ദിസ് എസെൻഷ്യലി കംപ്ലീറ്റ്സ് യുവർ മോഡ്യൂൾ 2. താങ്ക് യു ഫോർ വാച്ചിങ്.